കളിയിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ റയാന്റെ പെർഫോമൻസ് എങ്ങനെയാണ്? നമ്മൾ ഏറ്റവും ആശങ്കയോടെ ബ്രസീലിനെ സംബന്ധിച്ച് കണ്ടിരുന്ന റൈറ്റ് വിങ് ആയിരുന്നു. റഫീഞ്ഞ പോയപ്പോൾ അവിടെ ആരുണ്ട്, വേറെ ആരാണ്? റയാന് കഴിഞ്ഞ പ്രാവശ്യം റഫീഞ്ഞ ഇഞ്ചുറി പറ്റി റയാന് പകരമായിട്ട് വന്ന സമയത്ത് വേണ്ടത്ര രീതിയിലുള്ള പ്രസൻസ് നമ്മൾ കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്രാവശ്യം തുടക്കത്തിൽ റയന് എന്താ, ഹി വാസ് ഡേഞ്ചറസ് വിത്ത് ബോൾ. ബോൾ കിട്ടിയപ്പോഴൊക്കെ അത് മാത്രമല്ല, ആദ്യത്തെ ഗോള് ആക്ച്വലി എന്താ മൂപ്പരുടെ ശക്തമായിട്ടുള്ള ഒരു മെക്കന്ന അവർ ഡിഫൻസിലെ അവർ ഡിഫൻഡർ സെൻട്രൽ ഡിഫൻഡറിൻ്റെ അടുത്ത് ബോൾ റാഞ്ചി വിനിക്ക് കൊടുത്ത്. അപ്പോൾ അതുപോലെ മാത്രമല്ല, കളിയിലുടനീളം നല്ല രീതിയിലുള്ള ഒരു വിഗറസ് ആയിട്ടുള്ള ഒരു പ്രസൻസ് പെർഫോമൻസ് റയൻ്റെ ഭാഗത്തുണ്ടായിരുന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി ഒരു ടീമിനെ സാധാരണഗതിയിൽ എന്താ പറയുക, ആ ഭാഗത്ത് അല്ലെങ്കിൽ റഫീഞ്ഞനി ഒരു പക്ഷേ റിക്കവർ ആയിട്ടില്ലെങ്കിൽ റൗണ്ട് ഓഫ് 30 മിക്കവാറും റയൻ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. നല്ല ഏജാണ്, 19 വയസ്സാണ്, നല്ല ഏജാണ്. സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത് ഇവരെ കളിപ്പിക്കണം എന്നുള്ളത് തന്നെയാണ്. കളിപ്പിക്കണം എന്ന് വെച്ചെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ പറയുക, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ലൂയിസ് എൻറിക്കെ സ്റ്റാർട്ട് ചെയ്യിക്കാതെ റയാനെ സ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള ആഞ്ചലോട്ടിയുടെ തീരുമാനം 100% ശരിയായിരുന്നു. ആ ഒരു ലോങ് ബോൾ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് അവിടുന്ന് അതെടുത്തിട്ട് അടിക്കാൻ ശ്രമിക്കുന്ന ഒരു ശ്രമമുണ്ട് പെനാൽറ്റി ബോക്സിൽ. കിഡിലൻ ബോൾ കൺട്രോളിംഗ് ഒക്കെ, അത് ഗോളായിരുന്നെങ്കിൽ ഒരു ടോപ്പ് ക്ലാസ് ഗോളായി മാറിയേനെ. അത് കൂടാതെ ഇപ്പം ഫസ്റ്റ് കളിയിൽ ആള് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്ന്, ഫസ്റ്റ് കളി എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ കളി രണ്ടാമത്തെ കളി, ബ്രസീലിൻ്റെ രണ്ടാമത്തെ കളി, റയാൻ ഇറങ്ങിയ ആദ്യ കളി, അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് വന്നിട്ട് അത്ര മികച്ച പ്രകടനം നടത്തിയിട്ടില്ല. അത് ഒരു പക്ഷേ വേൾഡ് കപ്പിൽ ആദ്യ കളി, 19 വയസ്സ്, അതൊക്കെ ആയിരിക്കും, ആ പരിഭ്രമമൊക്കെ ഉണ്ടാവാം, നെർവസ്നെസ് ഉണ്ടാവാം. പക്ഷേ ഇതിൽ ഈ കളിയിൽ അത്തരത്തിലുള്ളൊരു സംഗതിയും ഇല്ല. ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച് കളഞ്ഞൊരു പെർഫോമൻസാണ് റയാൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്.